സെറ്റിന്റെ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സെറ്റുകൾ, തെറ്റാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ കാരണം പറയുക. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എഴുതാനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അപ്പൊ അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്, അതുകൊണ്ട് സെറ്റുമാണ്. ദിസ് ഇസ് എ സെറ്റ് ബീയിങ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. രണ്ടാമത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതും വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്, അതും തെറ്റാണ്. ഇറ്റ് ഇസ് എ സെറ്റ് ബീയിങ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. റീസൺ എഴുതേണ്ട അതാണ്. മൂന്നാമത്തത്, ദ കളക്ഷൻ ഓഫ് ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഓഫ് ഇന്ത്യ. ഇവിടെ വരുമ്പോൾ ഈ ബെസ്റ്റ് എന്നുള്ള വാക്ക് അത് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടിനനുസരിച്ചും വ്യത്യാസം വരുന്നൊരു കാര്യമാണ്. കാരണം എനിക്കിഷ്ടമുള്ളൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലെ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ഈ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല, കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട ഒരു കളക്ഷൻ അല്ല. അതുകൊണ്ട് ഇത് തെറ്റാകില്ല. അതിന്റെ ആൻസർ തന്നേക്കുന്നത് നമുക്ക് ടേം ബെസ്റ്റ് ഇസ് വേഗ്. വേഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? വേഗ് എന്ന് പറഞ്ഞാൽ വ്യക്തത ഇല്ലാത്തതെന്നാണ്, നോട്ട് ക്ലിയർ എന്നാണ് അർത്ഥം. അപ്പൊ നോട്ട് എഴുതിയവര് ഇതിന്റെ മുകളിലേക്ക് മലയാളത്തില് വ്യക്തതയില്ലാത്തതെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നോട്ട് ക്ലിയർ എന്നോ എഴുതി വെക്കുക, ബ്രാക്കറ്റിൽ എഴുതി ഇട്ടിരുന്നാൽ മതി. ദ ടേം ബെസ്റ്റ് ഇസ് വേഗ്. ആസ് എ പ്ലെയർ, ബെസ്റ്റ് ഫോർ എ പേഴ്സൺ മേ നോട്ട് ബി ദ ബെസ്റ്റ് ഫോർ അനദർ പേഴ്സൺ. ഒരാൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന പ്ലെയർ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. സോ ഇറ്റ് കെ നോട്ട് ബി എ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി. ഇതും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ കൂട്ട് തന്നെയാണ്. ചിലർക്ക് കഥകൾ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കവിതകൾ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ജനറൽ നോളജിനുള്ള പുസ്തകങ്ങളായിരിക്കാം ഇഷ്ടം, ചിലർക്ക് നോവലുകളായിരിക്കാം ഇഷ്ടം. അപ്പോൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ചും അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ബുക്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല എന്ന് കിട്ടും. അതായത് കളക്ഷൻ ഇത് സെറ്റ് ആകില്ല. എന്റെ റീസൺ വന്നേക്കുന്നതുണ്ടോ, എ ബുക്ക് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഫോർ എ പേഴ്സൺ മേ നോട്ട് ബി ഇൻട്രസ്റ്റിംഗ് ഫോർ അനദർ പേഴ്സൺ. സോ ഇറ്റ് കെ നോട്ട് ബി എ സെറ്റ്. അതുകൊണ്ട് അത് സെറ്റ് ആകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഇൻ ദ വേൾഡ്. ഇവിടെയും കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസം വരുന്നു. ഒരാൾക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു മൃഗം മറ്റൊരാൾക്ക് ഭയം ജനിപ്പിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒന്ന് മറ്റൊരാൾക്ക് ഭയം ഉണ്ടാക്കുന്നതായിരിക്കണമെന്നില്ല. അപ്പൊ മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കനുസരിച്ച്, ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് സെറ്റ് ആകില്ല. റീസൺ തന്നിരിക്കുന്നത് നമുക്ക്, an animal dangerous to one person may not be dangerous to another person. So it cannot be a set. അടുത്തത്, the collection of natural numbers less than 10. ഇതിന്റെ അർത്ഥം എന്താ? 10ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യ. 10ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലേ? ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്, അതുകൊണ്ട് അതൊരു സെറ്റാണ്. ഇറ്റ്സ് എ സെറ്റ് ബീയിങ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പൊ സെറ്റിന്റെ ഡെഫിനിഷൻ ഓർത്തിരുന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് സെറ്റിന്റെ ഡെഫിനിഷൻ? കൃത്യമായി നിർവചിക്കപ്പെട്ട വ്യത്യസ്ത അംഗങ്ങളുള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. അപ്പൊ ഈ ഡെഫിനിഷൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Let A is equal to set 1, 2, 3, 4, 5, 6. Insert appropriate symbol. ഈ സിമ്പിൾ എങ്ങനെ വായിക്കുക? Is an element of. ഇതോ is not an element of in the blank spaces. ഇപ്പോൾ ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 മുതൽ 6 വരെയുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 5 ഈ സെറ്റിലുള്ളതല്ലേ. അപ്പൊ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടേ? is an element of. 5 is an element of A. 0 സെറ്റിലുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ എഴുതും? 0 is not an element of A. 2 സെറ്റിലുണ്ടോ? ഉണ്ട്. അപ്പൊ 2 is an element of A. സിമ്പിൾ ശ്രദ്ധിച്ചോ.
8 സെറ്റിലുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ എഴുതും? 8 is not an element of A. 4 സെറ്റിലുണ്ടോ? ഉണ്ട്. അപ്പൊ 4 is an element of A. 10 സെറ്റിലുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ എഴുതും? 10 is not an element of A. അപ്പൊ സിമ്പിള് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. ഈ സിമ്പിൾ എങ്ങനെയാ വായിക്കുന്നത്? ഇസ് ആൻ എലിമെന്റ് ഓഫ്. ഇതെന്തിന്റെ സിമ്പിളാണ്? ഇസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ്. നോട്ട്സിനകത്ത് ഇവിടെ 4 ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോണേ. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഇസ് ദ കളക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ എ സെറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തോ ചോദ്യം? ഒരു പ്ലെയിനില് വരയ്ക്കാവുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം കൂടി കളക്ഷൻ അതൊരു സെറ്റാണോ അല്ലയോ? ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം കൂടെ കളക്ഷൻ എന്ന് പറയുന്നത് വ്യക്തതയുള്ള കളക്ഷൻ ആണോ അല്ലയോ? ഇതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ എഴുതണം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഓൾ ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എഴുതുക. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ നോട്ട്സിനകത്ത് പ്രൈം നമ്പറിന്റെ ഡെഫിനിഷനൊക്കെ ഞാൻ തന്നതാണ്. എന്താണ് പ്രൈം നമ്പർ? ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമാണെങ്കിൽ അതിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നമ്പറിന് 2 ഫാക്ടേഴ്സ്, ആ നമ്പറും 1ഉം മാത്രം വന്നാൽ അതിനെ പ്രൈം നമ്പർ എന്ന് പറയും. അപ്പൊ 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിച്ച് എഴുതുക. അത് ചെയ്യണം, നോട്ടിൽ ചെയ്തിരിക്കുന്നത്. അടുത്തത് സെറ്റുകളുടെ റെപ്രസെന്റേഷൻ. എങ്ങനെയാണ് ഒരു സെറ്റിനെ എഴുതുക? അതിനെയാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് എഴുതാം. there are 2 methods for representing set. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിന് തന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. ലിസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ടാബുലർ മെത്തേഡ്. പേരിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സെറ്റിലെ എല്ലാ എലിമെന്റ്സും ലിസ്റ്റ് ചെയ്യുക. ടാബുലർ മെത്തേഡ് അതല്ലെങ്കിൽ എല്ലാ എലിമെന്റ്സും ടാബുലേറ്റ് ചെയ്യുക. എന്താ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദ എലിമെന്റ്സ് ഓഫ് ദ സെറ്റ് ആർ ലിസ്റ്റഡ് വിത്തിൻ കേർലി ബ്രാക്കറ്റ്സ്, എലിമെന്റ്സ് ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. എഴുതേണ്ട എങ്ങനെയാണ്? ഒരു സെറ്റിലെ എലിമെന്റ്സിനെ എല്ലാം 2 കേർലി ബ്രാക്കറ്റിനുള്ളിൽ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതുക. അതിന് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. നോക്കൂ, സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 ഇസ് റിട്ടൺ ഇൻ റോസ്റ്റർ ഫോം ആസ്. 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 2, 3, 5, 7 ആണ്. അപ്പോൾ സെറ്റായിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ആദ്യം ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ് വേണം യൂസ് ചെയ്യാൻ. കേർലി ബ്രാക്കറ്റ് 2, 3, 5, 7. ഓരോ എലിമെന്റ്സിനെ വേർതിരിക്കാനായിട്ട് കോമ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ കേർലി ബ്രാക്കറ്റ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഈ ബ്രാക്കറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇങ്ങനെ തന്നെ എഴുതണം. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത എക്സാമ്പിൾ ആണ്. ദ സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ് ഇസ് റിട്ടൺ ഇൻ റോസ്റ്റർ ഫോം ആസ്. ഇതിനകത്തുള്ള അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് എടുത്തെഴുതുകയാണ്. M, A, T, H, E. പിന്നെ എന്താ നോക്കുക, M, A, T പിന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. നമ്മൾ സെറ്റിൽ എഴുതുമ്പോൾ ആ എലിമെന്റ്സ് ആവർത്തിച്ചെഴുതില്ല. ഒരു എലിമെന്റ് ഒരു പ്രാവശ്യമേ എഴുതാവൂ. അതാണ് പ്രത്യേകത. ഒരു എലിമെന്റ് ഒരു പ്രാവശ്യമേ എഴുതാവൂ. M ഇവിടെ 2 പ്രാവശ്യം ഉണ്ട് മാത്തമാറ്റിക്സ് എന്നുള്ള വാക്കിൽ. MAT എന്നുള്ളത് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെറ്റില് എലിമെന്റ്സ് എഴുതുമ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ബാക്കി എല്ലാ എലിമെന്റ്സും ഓരോ പ്രാവശ്യമേ ഉള്ളൂ. അത് എടുത്തെഴുതിയിട്ടുണ്ട്. ഈ സെറ്റിനെ തന്നെ വേറെ രീതിയിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതിയേക്കാണിത്. നോക്ക്, 2 എലിമെന്റ്സ് സെയിം ആണ്. ഇവിടെ A ഉണ്ട്, ഇവിടെ A ഉണ്ട്. ഇവിടെ C ഉണ്ട്, ഇവിടെ C ഉണ്ട്. ഇവിടെ E ഉണ്ട്, ഇവിടെ E ഉണ്ട്. ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്. ഇവിടെ I ഉണ്ട്, ഇവിടെ I ഉണ്ട്. ഇവിടെ M ഉണ്ട്, ഇവിടെ M ഉണ്ട്. ഇവിടെ S ഉണ്ട്, ഇവിടെ S ഉണ്ട്. ഇവിടെ T ഉണ്ട്, ഇവിടെ T ഉണ്ട്. കറക്റ്റ് അതേ എലിമെന്റ്സ് തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഡർ മാറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒരേ സെറ്റ് തന്നെയാണ്. അതായത് ഒരു സെറ്റ് എഴുതുമ്പോൾ അതിന്റെ എലിമെന്റ്സ് എഴുതുന്നതിന്റെ ഓർഡറിന് പ്രാധാന്യമില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. കഴിവതും ഇപ്പൊ ഈ വാക്ക് കാണുന്ന അതേ ഓർഡറിൽ എഴുതി പോകുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? തെറ്റ് വരാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നത് ആ കാണുന്ന അതേ ഓർഡറിൽ എഴുതി പോവുക എന്നുള്ളതാണ്. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയാലും തെറ്റില്ല. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ വേറെ ഓർഡറിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എലിമെന്റ് വിട്ടുപോയാൽ നമ്മൾ അറിയില്ല. അപ്പോൾ ആൻസർ തെറ്റിപ്പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണുന്ന ഓർഡറിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അതിന്റെ നോട്ടായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇൻ റോസ്റ്റർ ഫോം ദ എലിമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്
ദാറ്റ് ഇസ് വി നീഡ് ടു റൈറ്റ് ദ എലിമെന്റ്സ് ഓൺലി വൺസ്. ഒരു സെറ്റിലെ എലിമെന്റ്സ് ആവർത്തിച്ച് എഴുതില്ല, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഒരു എലിമെന്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. രണ്ടാമത്തത്, ഇൻ റോസ്റ്റർ ഫോം ദ ഓർഡർ ഇൻ വിച്ച് ദ എലിമെന്റ്സ് ആർ ലിസ്റ്റഡ് ഇസ് ഇമ്മെറ്റീരിയൽ. ഏത് ഓർഡറിൽ എഴുതുന്നു എന്നുള്ളത് റോസ്റ്റർ ഫോമിൽ പ്രാധാന്യമില്ല. അപ്പൊ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതേണ്ടത്? കേർലി ബ്രാക്കറ്റിനുള്ളിൽ സെറ്റിലെ എലിമെന്റ്സിനെ എല്ലാം കോമ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതണം. അതിന്റെ പ്രോബ്ലംസ് ആണ് ഇനി. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ റോസ്റ്റർ മെത്തേഡ് യൂസിംഗ് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിൽ ഈ പറയുന്ന സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ബ്രാക്കറ്റിനുള്ളിൽ 1, 2, 3, 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. രണ്ടാമത്തത്, സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ് ലെസ് ദാൻ 50 എൻഡിങ് ഇൻ 5. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സെറ്റ് അറിയാമല്ലോ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഉൾപ്പെടുത്തതാണ്. സെറ്റ് 0, 1, 2, 3, 4, 5 അങ്ങനെ വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, പൂർണ്ണസംഖ്യകളാണ്. അപ്പൊ 50ൽ താഴെയുള്ള ഹോൾ നമ്പർ ആയിരിക്കണം. കൂടാതെ അത് അവസാനിക്കുന്നത് 5ലും ആയിരിക്കണം. ഏതൊക്കെയാ അപ്പോ നോക്ക്? 5, 15, 25, 35, 45. പിന്നെ വരുന്നത് 55 പക്ഷെ അത് 50ന് മുകളിലാണ്. അപ്പോൾ സെറ്റിലെ എലിമെന്റ്സ് കിട്ടിയില്ലേ? അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതുക. മൂന്നാമത്തത്, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 1/2 ആൻഡ് 9/2. 1/2നും 9/2നും ഇടയിൽ വരുന്ന ഇന്റിജേഴ്സ് എല്ലാം എടുത്തെഴുതുക. ഏതൊക്കെയാ? 1/2 എന്ന് പറയുന്നത് ഡെസിമലിലേക്ക് മാറ്റിയാൽ നമുക്കറിയാം 0.5 ആണ്. അതുപോലെ 9/2 എന്ന് പറയുന്നത് 4.5 ആണ്. 0.5 കഴിഞ്ഞ് വരുന്ന ഇന്റിജർ ഏതാ? 0.5ന് തൊട്ടടുത്ത് വരുന്ന ഇന്റിജർ ഏതാണ്? 1 ആണ്. 1 കഴിഞ്ഞ് 2, 3, 9/2 എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പൊ നമുക്ക് 4 വരെ എഴുതാം. അപ്പൊ ആ സെറ്റ് ഏതാണ്? സെറ്റ് 1, 2, 3, 4. ഈ ബ്രാക്കറ്റ് വായിക്കുന്നത് സെറ്റ് എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. സെറ്റ് 1, 2, 3, 4. അടുത്ത ചോദ്യം, the set of all natural numbers less than 25 which are multiples of 3. 25ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം. കൂടാതെ 3ന്റെ ഗുണിതമായിരിക്കണം. 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കണം. എങ്ങനെ എഴുതുക? 3യുടെ ടേബിൾസ് ഉള്ള എലിമെന്റ്സ് എഴുതിയാൽ മതി. 25ൽ താഴെ ഉള്ളത് എഴുതണമെന്നേ ഉള്ളൂ. ഏതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരിക? 3, 6, 9, 12, 15, 21, 24. അടുത്തത് വരുന്നത് 27 ആണ്. അപ്പൊ 25ൽ കൂടുതലാണ്. അപ്പൊ 24 വരെ എഴുതുക. ബ്രാക്കറ്റിനുള്ളിൽ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ നമുക്ക് അറിയാം, ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈം നമ്പർ തുടങ്ങുന്നത് എവിടുന്ന? 2 എന്നാണ് തുടങ്ങുന്നത്. 2 ഒരു ഇരട്ട സംഖ്യയാണല്ലോ, ഈവൻ പ്രൈം നമ്പർ ആണ്. 2 അല്ലാതെ വേറെ ഈവൻ പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് 2 എന്നുള്ള എലിമെന്റ് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതെങ്ങനെ എഴുതും? സെറ്റ് 2 എന്ന് എഴുതുക. ഇവിടെ വേർതിരിക്കാൻ വേറെ എലിമെന്റ്സ് ഇല്ല, അതുകൊണ്ട് ആ എലിമെന്റ് മാത്രം ബ്രാക്കറ്റിനുള്ളിൽ എഴുതും. അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസേഴ്സ് ഓഫ് 30. 30ന്റെ ഡിവൈസർ ആയിരിക്കണം, കൂടാതെ പ്രൈമും ആയിരിക്കണം. അതാണ് എഴുതേണ്ടത്. അതാണ് സെറ്റായിട്ട് എഴുതേണ്ടത്. ഏതൊക്കെയാ 30യുടെ ഡിവൈസേഴ്സ്? ഏതൊക്കെയാണ്? 30യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 5, 6, 10, 15, 30. ഇതൊക്കെയാണ് 30യുടെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5. അപ്പോൾ സെറ്റിലെ എലിമെന്റ്സ് 2, 3 and 5. അടുത്ത നിങ്ങൾ 10ൽ പഠിച്ച അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സെറ്റ് ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ വിത്ത് nth ടേം 3n - 2. n-ാം പദം 3n - 2 വരുന്ന ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ 4 ടേംസിന്റെ സെറ്റ്. എങ്ങനെ ചെയ്യുന്നത് നോക്ക്. nth ടേം ഓഫ് an AP 3n - 2 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? n-ന് പകരം 1 കൊടുക്കണം. അപ്പൊ 3 × 1 - 2, അതായത് 3 - 2 = 1. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ഇവിടെ n-ന് പകരം നമ്മൾ 2 കൊടുക്കണം. 3 × 2 - 2 = 6 - 2 = 4. തേർഡ് ടേം എന്ന് പറയുന്നത് n-ന് 3 കൊടുത്തു. 3 × 3 - 2 9 - 2 = 7. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 3 × 4 - 2 12 - 2 = 10. അപ്പോൾ സെറ്റിലെ എലിമെന്റ്സ് ഏതൊക്കെയാ? 1, 4, 7, 10. The required set is set 1, 4, 7, 10. Bracket close. Last question. The set of all non-negative 2-digit integers with both the digits same.
നോൺ നെഗറ്റീവ് 2 ഡിജിറ്റ് ഇൻഡിജേഴ്സ്, 2 അക്ക സംഖ്യകളാണ് വേണ്ടത്, 2 അക്ക ഇൻഡിജേഴ്സ് ആണ് വേണ്ടുന്നത്. പോസിറ്റീവ് ആണ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് സംഖ്യകളാണ് വേണ്ടത്, നെഗറ്റീവ് സംഖ്യകളല്ല, പോസിറ്റീവ് സംഖ്യകൾ മാത്രം മതി. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ തന്നിട്ടുണ്ട്, 2 ഡിജിറ്റും സെയിം ആയിരിക്കണം. ഏതൊക്കെയാ സംഖ്യകൾ 2 ഡിജിറ്റും സെയിം ആയിട്ട് വരുന്ന നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 11, 22, 33, 45, 55, 66, 77, 88, 99. അത് ബ്രാക്കറ്റിനുള്ളിൽ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് റോസ്റ്റർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ കാണുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയും. നമ്മൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് എലിമെന്റ്സ് എഴുതിയത്? ആ സെറ്റിൽ ഏതൊക്കെ എലിമെന്റ്സ് ഉണ്ടോ ആ എലിമെന്റ്സിനെ എല്ലാം കേളി ബ്രാക്കറ്റിനുള്ളിൽ കോമ ഉപയോഗിച്ച് വേർതിരിച്ചെഴുതും. പക്ഷെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എലിമെന്റ്സ് എഴുതുന്നില്ല, ആ എലിമെന്റ്സ് അല്ലെങ്കിൽ ആ നമ്പേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റൂള് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. റോസ്റ്റർ ഫോമിൽ നമ്മൾ എല്ലാ എലിമെന്റ്സും നിരത്തി എഴുതണം. റൂൾ മെത്തേഡിൽ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ ആ എലിമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്തെങ്കിലും വായിച്ചു നോക്കൂ. ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം വി ലിസ്റ്റ് ദ പ്രോപ്പർട്ടി ഓർ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈഡ് ബൈ ഓൾ ദ എലിമെന്റ്സ് ഓഫ് ദ സെറ്റ്. ആ സെറ്റിലെ എല്ലാ അംഗങ്ങളും പൊതുവായി സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എലിമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ് ലെസ് ദാൻ 5. 5ൽ താഴെയുള്ള ഈവൻ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതും? 5ൽ താഴെയുള്ള ഈവൻ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സംഖ്യകളെല്ലാം വരും, നെഗറ്റീവ് ഈവൻ ഇൻഡിജേഴ്സ് എല്ലാം വരും. അതിന്റെ കൂടെ 0 എഴുതും, 2 എഴുതും, 4 എഴുതും അല്ലേ? അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് 0 ± 2 ± 4 അങ്ങനെയാണ്, അവിടെ ആ രീതിയിലാണ് വരിക. അപ്പൊ അതിനകത്ത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇതെല്ലാം എഴുതണം. പക്ഷേ ലിസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് ഓഫ് ഈവൻ ഇൻഡിജേഴ്സ് ലെസ് ദാൻ 5 ആണ് റൂള്. എല്ലാ നമ്പേഴ്സും സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താ? സെറ്റ് ഓഫ് ഈവൻ ഇൻഡിജേഴ്സ് ലെസ് ദാൻ 5. അപ്പൊ ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതിലെ എലിമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളൊരു വേരിയബിൾ എടുക്കുന്നു, എക്സ്. എന്നിട്ട് ആ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂളും എഴുതി. അതാണ് രീതി. അപ്പൊ ഇത് വായിക്കുന്ന എങ്ങനെയാ നോക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ ബ്രാക്കറ്റും ഈ എക്സും ഈ വരെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എങ്ങനെയുള്ള എക്സ് ആണ്? എക്സ് ഇസ് ആൻ ഈവൻ ഇൻഡിജർ ലെസ് ദാൻ 5. എക്സ് ഇസ് ആൻ ഈവൻ ഇൻഡിജർ ലെസ് ദാൻ 5. ആ റൂള് നമ്മളങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഈ ബ്രാക്കറ്റിനുള്ളില് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ ഇൻഡിജർ ലെസ് ദാൻ 5. നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയത് സെറ്റ് എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. അതാണ് അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂളും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയും. ആ റൂൾ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ അതെങ്ങനെയാ വായിക്കുന്നതെന്നുള്ളതാണ് ഞാൻ നോട്ടായിട്ട് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് റെഡ് ആസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. In rule method, the rule satisfied by the elements is written instead of listing the elements. നമ്മള് എലിമെന്റ്സ് എടുത്തെഴുതുന്നതിന് പകരം അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം ആ എലിമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂൾ എഴുതുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് സെറ്റ് വിത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആർ മോസ്റ്റ്ലി റിട്ടേൺ ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഒരുപാട് അംഗങ്ങൾ, അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗങ്ങളുള്ള സെറ്റുകൾ എഴുതേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ സെറ്റുകൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ സെറ്റ് ബിൽഡർ ഫോം ആണ് നല്ലത്. റോസ്റ്റർ ഫോം ഉദാഹരണത്തിന് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ എഴുതാൻ ഇതുമായിരിക്കും. 1,00,000 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ എഴുതാൻ പറഞ്ഞാലോ ഇതിന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗങ്ങളുള്ള ഒരു സെറ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോട്ടുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. താങ്ക് യു.